ഹലോ ഗൈസ്, ഉണ്ണിമോള് വേറൊന്നുമല്ല നോക്കിയിരിക്കുന്നത്. അവൾക്കുള്ള പാപ്പമാണ് അവൾ ഈ നോക്കി നിൽക്കുന്നത്. നോക്കി ആളിച്ചിരി ക്ഷീണിച്ചു. അങ്ങനെ ഒരു 5 മിനിറ്റിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ആൾ പിന്നെയും നോക്കി എനിക്കൊരു ചിരിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ആ ചിരി ഈ കുറുക്കിച്ചിരി കൊടുക്കാനുള്ളതിൻ്റെ ചിരിയാണ്. അങ്ങനെ ഞാൻ ശകലം തൊട്ട് വായിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആളുടെ എക്സ്പ്രഷൻ അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതാണ് ആളുടെ എക്സ്പ്രഷൻ. തുപ്പണോ വേണ്ടേ എന്നുള്ള രീതിയാണ്. പിന്നെ ഞാൻ ആളുടെ വാക്കറിലൊക്കെ ഇരുത്തി അവൾക്ക് കുറുക്ക് കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യത്തെ ഒരു വാ കൊടുക്കാൻ നേരത്ത് തന്നെ ആൾ കുടിച്ചു കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ആഹാരം കഴിക്കുന്ന കുഞ്ഞാണോ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. നിങ്ങളത് വഴിയെ കണ്ടോ കേട്ടോ. അങ്ങനെ ഒരു 3ാമത്തെ വായോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ വാ വായിലോട്ട് വെച്ചതേ ഉള്ളൂ. പിന്നെ അവളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ കണ്ടോ കേട്ടോ. നേരത്തെ ഞാൻ 1-2 കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, മതിയായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടെന്ന്. പക്ഷെ അവൾ 2-3 വാ മാത്രമേ അവൾ കഴിക്കത്തുള്ളൂ. ആഹാരം കൊടുക്കാതിരിക്കും തോറും അവളെ വെയിറ്റ് കുറയുവാണ്. കണ്ടില്ലേ, അതാണ് അവളുടെ മെയിൻ പരിപാടി. ഒരു 3-4 വാ കുടിച്ചു കഴിഞ്ഞാൽ ആൾ പിന്നെ അങ്ങോട്ട് ബഹളവാട്ടോ. ഞാനങ്ങനെ മടിയിരുത്തി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, അടിയും പിടിയും വഴക്കും ഒക്കെയാണ്. അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഒടുവിലുള്ള രൂപമാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ആ യുദ്ധത്തിനൊടുവിൽ ഞാൻ അവളെ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിച്ച് ഞാനും ഒന്ന് ഡ്രസ്സൊക്കെ മാറി കേട്ടോ. അപ്പം നേരത്തെ ഉണ്ണിമോൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞിന് ആഹാരം വേണ്ടെങ്കിൽ നിർബന്ധിച്ച് കൊടുക്കരുത്, അവൾക്ക് മതിയായതുകൊണ്ടാണ് അവൾ അങ്ങനെ കാണിക്കുന്നത്. പക്ഷേ അവൾക്ക് വിശപ്പില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ആഹാരം കൊടുക്കാതിരിക്കും തോറും കുഞ്ഞിൻ്റെ വെയിറ്റ് കുറഞ്ഞു വരുവാണ്. പിന്നെ അവൾക്ക് ഈ വണ്ണം തോന്നിക്കുന്നത് വേറൊന്നുമല്ല, ടാബ്ലറ്റിൻ്റെയൊക്കെ വണ്ണമാണ് അവൾക്ക് ഈ തോന്നിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ ഫ്രം അനാമിക.